നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റിലെ മന്ത്രിമാരുടെ ഓഫീസുകളിലെയും വിവിധ സെക്ഷനുകളിലെയും ഫയലുകൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. മലയാളത്തിലെ പ്രമുഖ മാധ്യമമാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഭരണമൊഴിയും മുൻപാണ് ഇത്തരത്തിൽ ഫയലുകൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഭരണമൊഴിയും മുൻപ് സാധാരണ രീതിയിലുള്ള അനാവശ്യമായ കടലാസുകൾ നശിപ്പിക്കാറുണ്ട്. അത് അനാവശ്യമായിട്ടുള്ള കടലാസുകൾ നശിപ്പിക്കലാണ്, അത് പതിവായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. പക്ഷേ കൂട്ടത്തോടെ വൻതോതിലുള്ള നശിപ്പിക്കൽ അത് അസാധാരണമായ നടപടിയാണ്. എന്തൊക്കെയാണ് നശിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ, അതായത് ഭരണമാറ്റം ഉണ്ടാകും, ഭരണ വിരുദ്ധ വികാരം ഇവിടെ ഉണ്ട്, UDF അധികാരത്തിലേറും എന്നതടക്കമുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഫയലുകൾ ഇത്തരത്തിൽ കൂട്ടത്തോടെ നശിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് തുടക്കമായിരുന്നു. ഈ ഒരു എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ തന്നെ ഈ ഫയലുകൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്നത് തുടങ്ങിയിരുന്നു. വോട്ടെടുപ്പ് ഫലം പുറത്തു വന്നതോടെ, അതായത് അധികാരം മാറി അല്ലെങ്കിൽ കോൺഗ്രസ് ജയിച്ചു എന്ന ഒരു സാഹചര്യം വന്നതോടെ ഈ ഫയലുകൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്ന പ്രക്രിയ വളരെയധികം വേഗത്തിലായി എന്ന വിവരമാണ് പുറത്തു വരുന്നത്. മന്ത്രിമാരും പേഴ്സണൽ സ്റ്റാഫും നടത്തിയ കത്തിടപാടുകൾ, വിശദാംശങ്ങൾ പുറത്താകാതിരിക്കാൻ ഈ ഓഫീസ് സംവിധാനം ഒഴിവാക്കി നടത്തിയ കടലാസ് ഫയൽ നീക്കങ്ങൾ, കുറിപ്പുകൾ, അനുബന്ധ രേഖകൾ, ഒഴിവാക്കിയ കടലാസുകൾ തുടങ്ങിയവയാണ് ഇത്തരത്തിൽ നശിപ്പിക്കുന്നത്. ഓഫീസുകളിൽ നിന്ന് ശേഖരിച്ച് ചീഫ് സെക്രട്ടറിയുടെ റൂമിലേക്ക് സമീപമുള്ള ഷ്രെഡിംഗ് റൂമിലേക്ക് ഈ ഫയലുകൾ മാറ്റുകയുണ്ടായി. മെഷീൻ ഉപയോഗിച്ച് തുണ്ടുകളാക്കിയാണ് നശിപ്പിക്കുന്നത്. എന്തായാലും ഈ പ്രക്രിയ എന്ന് പൂർത്തിയാകും. എന്തൊക്കെയാണ് നശിപ്പിച്ചതെന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. ഒരു സർക്കാർ മാറുമ്പോൾ അടുത്ത സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നത് വരെ ഫയലുകൾ സൂക്ഷിക്കുന്നതിനുള്ള ചുമതല വകുപ്പ് സെക്രട്ടറിമാർക്കും ചീഫ് സെക്രട്ടറിക്കുമാണ്. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഫയലുകളിൽ ഒരു പങ്ക് വോട്ടെടുപ്പിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളാണ് സെക്രട്ടറിയിൽ നിന്ന് നീക്കിയത്. അപ്പോൾ അവിടെ തന്നെ ഒരു ചട്ടലംഘനം ഉണ്ടായിരിക്കുന്നു. ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിക്ക് മാത്രം അധികാരമുള്ള ഒരു കാര്യം അത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ നീക്കുന്നു എന്നത് ഒരു ചട്ടലംഘനമായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. ബാക്കിയുള്ള പ്രധാന ഫയലുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ നശിപ്പിക്കുന്നത്. ഈ ഓഫീസ് കാര്യക്ഷമമായ ശേഷം സെക്രട്ടേറിയറ്റിൽ കടലാസ് ഫയലുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂവെന്നും അവ നശിപ്പിക്കുന്നതെങ്കിൽ സ്ഥലത്തില്ലാത്തതിനാൽ അക്കാര്യം അറിഞ്ഞിട്ടില്ലെന്നുമാണ് പൊതുഭരണ സെക്രട്ടറി കെ ബിജുവിൻ്റെ പ്രതികരണം. അതേസമയം വോട്ടെടുപ്പിനും വോട്ടെണ്ണലിനും ഇടയ്ക്കുള്ള കാലയളവിൽ ഈ ഓഫീസ് സോഫ്റ്റ്വെയർ പരിഷ്കരിക്കാൻ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഇത് ഡിജിറ്റൽ ഫയൽ നശിപ്പിക്കാനുള്ള നീക്കമാണെന്നും നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു. പിന്നാലെ ഈ ഒരു നീക്കത്തിൽ നിന്നും, അതായത് വോട്ടെടുപ്പിനും വോട്ടെണ്ണലിനും ഇടയിലുള്ള കാലയളവിൽ ഈ ഓഫീസ് സോഫ്റ്റ്വെയർ പരിഷ്കരിക്കാനുള്ള ആ ഒരു നീക്കത്തിൽ നിന്നും പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു എതിർപ്പിനെ തുടർന്ന് പിൻവാങ്ങുന്ന സാഹചര്യമുണ്ടായി. അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങിയേക്കാവുന്ന പ്രധാനപ്പെട്ട രേഖകൾ പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുൻപ് ഇല്ലാതാക്കുകയാണോ എന്ന ചോദ്യവും നിലവിൽ ഉയരുന്നുണ്ട്. ഈ ഒരു വിവരം പുറത്തു വന്നതോടെ ഇതൊരു ഫയൽ വേട്ടയാണോ എന്നതടക്കമുള്ള ഒരു ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. സുപ്രധാനമായ പല ഫയലുകളും വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ബാക്കിയുള്ളവയാണ് ഷ്രെഡർ മെഷീനിൽ ഇല്ലാതാക്കുന്നത്. വകുപ്പ് സെക്രട്ടറിമാർക്കും ചീഫ് സെക്രട്ടറിക്കുമാണ് ഫയലുകൾ സൂക്ഷിക്കാനുള്ള ചുമതല എന്നിരിക്കെയാണ് ഈ നിയമലംഘനം. കടലാസ് ഫയലുകൾക്ക് പുറമെ ഈ ഓഫീസ് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തി ഡിജിറ്റൽ രേഖകൾ നശിപ്പിക്കാൻ സർക്കാർ നീക്കം നടത്തിയിരുന്നു. അഴിമതികൾ ഒളിച്ചുവെക്കാനാണോ ഇത്തരത്തിൽ ഒരു തിടുക്കത്തിലുള്ള നീക്കം എന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കടക്കുമോ? അതായത് പ്രതിപക്ഷത്തിനെതിരെ നിലവിൽ വരാൻ പോകുന്ന സർക്കാർ ഉന്നയിക്കുന്ന ആദ്യ ആരോപണം, ആദ്യ ഒരു വിവാദം ഇതിൻ്റെ പേരിലായിരിക്കുമോ എന്നതടക്കമുള്ള ചോദ്യമാണ് ഉയരുന്നത്. പൊതുഭരണ സെക്രട്ടറി കെ ബിജു പറയുന്നത് താനൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ്. അത്തരത്തിൽ അദ്ദേഹം പ്രതികരണം നടത്തുമ്പോഴും സെക്രട്ടേറിയറ്റിലെ ഷ്രെഡിംഗ് റൂമിൽ ഇത്തരത്തിൽ ഈ ഒരു നശിപ്പിക്കൽ, അതായത് വിശ്രമമില്ലാതെ ആ മുറിയിൽ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. സെക്രട്ടേറിയറ്റിലെ ഈ ഫയൽ നശിപ്പിക്കൽ നീക്കം നേരത്തെ പ്രശാന്ത് IAS ഉന്നയിച്ച ആരോപണങ്ങളെ ശരിവെക്കുന്നതാണ്. ഭരണം മാറുമ്പോൾ രേഖകൾ അപ്രത്യക്ഷമാകുമെന്ന ഒരു സൂചന പ്രശാന്ത് നൽകിയിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് ഇത് കടക്കുമോ എന്ന ചോദ്യമാണ്. എന്തിന് ഇത്ര ധൃതിയിൽ ഇത്തരത്തിൽ നശിപ്പിക്കുന്നു എന്ന ചോദ്യമൊക്കെ ഉയരുന്നു. എന്തൊക്കെയാണ് നശിപ്പിക്കുന്നതെന്ന ചോദ്യം ഉയരുന്നു. എങ്ങനെയാണ് പുതിയ സർക്കാർ ഇതിനെ നേരിടാൻ പോകുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. എന്തായാലും നമ്മൾ ഈ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ ഈ സെക്രട്ടറി ഫയൽ നശിപ്പിക്കൽ നീക്കം നേരത്തെ പ്രശാന്ത് IAS ഉന്നയിച്ച ചില ആരോപണങ്ങളെ ശരിവയ്ക്കുന്നതാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രശാന്ത് IAS നേരിട്ട ചില സർക്കാർ നടപടികൾ, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു.
സസ്പെൻഡ് ചെയ്തതിൽ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അതായത് വഴിയെ പോകുന്ന ആരോ നൽകിയ പരാതിയിലാണ് സസ്പെൻഷൻ എന്നായിരുന്നു പ്രശാന്തിൻ്റെ വിമർശനം. എന്തുകൊണ്ട് തന്നെ സസ്പെൻഡ് ചെയ്തു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ആരുടെയോ പരാതിയുടെ മേലാണ് നടപടി. പരാതിയുടെ കോപ്പി ഇല്ലെന്നും നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നും പ്രശാന്ത് വ്യക്തമാക്കി. മാറി വരുന്ന നേതാക്കന്മാരെ തീരുമാനിക്കേണ്ടതല്ല ഇതൊക്കെ. സ്ഥാനം തിരിച്ചു കിട്ടേണ്ടത് സർക്കാർ മാറി വരുമ്പോഴല്ല. നീതി കിട്ടുവാൻ സർക്കാർ മാറി വരണമെന്ന് പറയുന്നത് മോശമാണ്. ആദ്യത്തെ സസ്പെൻഷനിൽ റിവ്യൂ കമ്മിറ്റി മുഖ്യമന്ത്രി നോട്ട് നൽകിയെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഹിയറിംഗ് പോലും നടന്നിട്ടില്ല. തീരുമാനങ്ങൾ ഏകപക്ഷീയമായി എടുക്കുന്നുവെന്നും പ്രശാന്ത് ആരോപിച്ചിരുന്നു. നിയമവിരുദ്ധമായി നടപടിയെടുത്തത് അത് മാറാൻ കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണ്. അസഹിഷ്ണുതയ്ക്ക് ഒരു പരിധിയുണ്ട്. എല്ലാവർക്കും വാഴ്ത്തുപാട്ട് പാടാൻ പറ്റില്ല എന്നും പ്രശാന്ത് തുറന്നടിച്ചിരുന്നു. സർക്കാരിൻ്റെ ഏത് കാര്യമാണ് രഹസ്യമായി വെക്കേണ്ടത്? നടപടിക്രമങ്ങൾ പാലിക്കാത്തതിലും അഴിമതിയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സംസാരിക്കാനുള്ള അവകാശമാണ് നിയന്ത്രിക്കുന്നത്. മിണ്ടാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സർക്കാർ സംവിധാനത്തിൽ പല താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇടപെടലുകളുണ്ട്. SC/ST വകുപ്പുകളിൽ കോടിക്കണക്കിന് രൂപയുടെ ഫയലുകൾ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു. താൻ പരിഗണിച്ചിരുന്ന ഫയൽ വെബ്സൈറ്റിൽ കൃത്രിമം നടത്തി പിൻവലിച്ചു. സർക്കാർ തീർച്ചയായും ലോബി പ്രവർത്തിക്കുന്നുണ്ട്, കോക്കസ് ഉണ്ട് എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് പ്രശാന്ത് IAS ഉന്നയിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.